അശ്വഗന്ധ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ 1200 ലിറ്റർ വെള്ളം കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ അശ്വഗന്ധയുടെ കഷായം ഉണ്ടാക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാല് ചൂടാക്കാൻ വയ്ക്കും. സ്വന്തം ഫാമിൽ നിന്ന് കിട്ടുന്ന പാല് ഉപയോഗിച്ചിട്ടാണ് നമ്മള് നെയ്യും ഉണ്ടാക്കണത്. അപ്പൊ നമ്മുടെ പശുവിന്റെ തന്നെ പാലിന്ന് ഒരൊഴിച്ച് തൈര് ഉണ്ടാക്കി ആ തൈര് കടഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ വന്നതിന് ശേഷം മിക്ക ആളുകൾക്കും ശരീരവേദന, ക്ഷീണം എന്നീ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതിന് പരിഹാരവുമായിട്ടുള്ള ഒരു മരുന്നാട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അശ്വഗന്ധകിയാണ്. ഇതാണ് അതിനുള്ള പരിഹാരം. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. എന്റെ പേര് ഡോക്ടർ നിവേദിത. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്തെന്ന് അശ്വഗന്ധാധികൃതം അല്ലേ? അതെ. ഇതെന്താണ് ഉപയോഗിച്ചിരിക്കും? അശ്വഗന്ധ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാൻ പറ്റിയ ഒരു ഡ്രഗാണ്. ഓക്കെ. അപ്പോ അത് പ്ലസ് നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മളിത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അശ്വഗന്ധാധികൃതത്തിന്റെ പ്രൊഡക്ഷൻ ആണ്. ഇതാണ് അശ്വഗന്ധ എന്ന് പറയുന്ന ഡ്രഗ്. ഓക്കെ, ഇത് എങ്ങനെയാണ് പ്രോസസ്? ഡ്രൈ ഡ്രഗ് ആണിത്. ഈ ഡ്രഗ് വരുത്തിച്ചിട്ട് നല്ലോണം കഴുകി മാറ്റിയെടുത്ത് വെക്കണ പ്രോസസ്സാണിത്. ഫസ്റ്റ് പ്രോസസ്സാണിത്. അപ്പൊ അശ്വഗന്ധ കാണാത്തവർക്ക് ഇതാണ് സംഭവം. അശ്വഗന്ധയുടെ വേര് ഉണക്കിയതാണിത്. ഇതുപോലെ ഇതിപ്പോ കഴുകിയത് കൊണ്ടാണ് ഇപ്പൊ പൊട്ടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നല്ലോണം പൊട്ടണ രീതിയിലായിരിക്കണം നമുക്കത് കിട്ടുക. ഓക്കെ ഓക്കെ. അതായത് ഇത് കഴുകി നല്ല വൃത്തിയാക്കി നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സിലേക്ക് പോകുന്നത് അല്ലേ? ഇതിലാണ് നമ്മൾ കഷായം വെക്കണത്. ഓക്കെ, ഇതെങ്ങനെ ഇതിന്റെ അശ്വഗന്ധ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ 1200 ലിറ്റർ വെള്ളം കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ അശ്വഗന്ധയുടെ കഷായം ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തോരം ഇത് വറ്റിച്ച് വന്നിട്ട് 100 ലിറ്റർ ആക്കും. 100 ലിറ്റർ ആക്കും. അതിനുശേഷമാണ് നമ്മളത് ഇങ്ങോട്ടേക്ക് ഇടുന്നത്. ഇതാണ് സംഭവം. ഇതാണ് അശ്വഗന്ധയുടെ സംഭവം. ഇത് ഇങ്ങോട്ടേക്ക് ഇടുകയാണ്. നമ്മുടെ എല്ലാ ഡ്രഗ്സിലും ഓരോ ടോക്സിൻസ് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലോണം വറ്റിച്ചാൽ മാത്രമേ ടോക്സിൻസ് ഒക്കെ പോയിട്ട് നമുക്ക് ഉപകാരമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഉപകാരമുള്ള അതിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം വറ്റിക്കുന്നത്. അത് ശരിക്കും വറ്റിച്ചില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ക്വാളിറ്റിക്ക് പകരം ഉപദ്രവമായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത്. ഒരു കട്ടുണ്ട് അതിനല്ലേ? നമ്മൾ ഇതില് 1200 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. അത് 100 ലിറ്റർ ആക്കി വറ്റിക്കും നമ്മൾ. എത്ര ദിവസം എടുക്കും അപ്പൊ? അതിനൊരു 3 ദിവസമൊക്കെ എടുക്കും. 3 ദിവസം എടുത്തിട്ടാണ് അത് 1200 100 ലിറ്റർ ആയി വറ്റണത്. വിറകടുപ്പിലാണോ ഇതെല്ലാം? വിറകടുപ്പിലാണ് ചെയ്യുന്നത്. തീ എപ്പോഴും ഒരാളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. തീ എപ്പോഴും നിരീക്ഷിക്കാൻ ആൾക്കാരുണ്ടാവും അവിടെ, അധികം കൂടി പോവാണ്ട്. അതിനുശേഷമാണ് 3 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ഊറ്റിയെടുക്കും കഷായം. എന്നിട്ട് അതിൽ നിന്നുള്ള കഷായമാണ് ഈ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാല് ചൂടാക്കാൻ വയ്ക്കും. അതായത് ഇവിടെ ഫാം ഉണ്ട്, ഗിർ പശുക്കളുടെ ഫാം ഉണ്ട്. ആ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും മിൽക്കാണ്, നാടൻ പശുവിന്റെ പാലാണ് ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്തോരം ദിവസം എടുക്കും ഇതിന് പ്രോസസ്സിങ്ങിന് വേണ്ടി? പ്രോസസ്സ് നമ്മൾ ഒരു 6 ഡേയ്സ് എടുക്കും. ഇതിങ്ങനെ നെയ്യായി വരാൻ വേണ്ടിയിട്ട് 6 ഡേയ്സ് എടുക്കും. നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ ഈ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല കൃത്യമായ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടി പിടിക്കേണ്ട നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം. അരിച്ചെടുക്കും, തുണിയിൽ വെച്ച് അരിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ള കൊറ്റ നമ്മള് ഈ പ്രസ്സിങ് മെഷീനിൽ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് നെയ്യ് അതിൽ നിന്ന് എടുക്കും. അതിന് നമ്മൾ ആ നെയ്യ് എടുത്തിട്ട് അതിന്റെ കൊറ്റേന്നുള്ളതും കൂടെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. അപ്പൊ ഇതിന് നല്ലോണം ഈ മെഷീൻ ഇങ്ങനെ കറക്കി നെയ്യ് ഇതിന് നമ്മൾ കളക്ട് ചെയ്തെടുക്കും. നമ്മൾ അതിലേക്ക് ഒരു ഘീ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, പഴക്കം ചെന്ന ഒരു നെയ്യ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ണ കടഞ്ഞെടുക്കണ ഇപ്പൊ മെത്തേഡാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പശുവിന്റെ തന്നെ പാലിന്ന് ഒരൊഴിച്ച് തൈരുണ്ടാക്കി ആ തൈര് കടഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തടിക്ക് ഒരു പ്രത്യേകത ഉണ്ടാകാമല്ലോ. ഇവിടെ നമ്മളൊരു 4 ടൈപ്പ് ഘൃതം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഘൃതത്തിനും ഓരോ ടൈപ്പ് വുഡ് കൊണ്ടുള്ള ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മെഷീൻ അല്ല, കടകോല്. അശ്വഗന്ധാധികൃതത്തിന് ആര്യവേപ്പിന്റെ വുഡ് കൊണ്ടുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ വുഡാണ്. അപ്പൊ ഫൈനൽ പ്രോസസിങ് ഇതാണ്. ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള കുപ്പിയിലാക്കി അശ്വഗന്ധ നമ്മള് ഈ കുപ്പി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും കഴുകി തുടച്ചെടുത്ത് വെക്കണതാണത്. ഡ്രൈ ആക്കി വെക്കും നമ്മള്. ഒരു തുള്ളി പോലും ശേഷം മാത്രമേ നമ്മള് ഘീ ഇതിലാക്കുന്നുള്ളൂ. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അശ്വഗന്ധ ഘീ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ പാക്കറ്റിലാക്കി നമ്മൾ സേഫ് ആയിട്ട് അവര് നമുക്ക് അയച്ചു തരും. അടിപൊളി കേട്ടോ. നോക്ക്,
അപ്പൊ ഇത് ഉപയോഗിച്ചാൽ ഒരു പാക്കറ്റിൽ 2 ആയിരിക്കും ഉണ്ടാവും. പാക്കറ്റിൽ 2 അല്ലേ? ഓക്കെ, അത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്തെന്നാണ്? ഇപ്പൊ നമ്മൾ കടന്നു വന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു സിംറ്റമാണ് ക്ഷീണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വളരെ നല്ലൊരു മരുന്നാണിത്. വിട്ടുമാറാത്ത ചുമ പറയും കോവിഡിന് ശേഷം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിലിന് ഒരു ഉത്തേജക മരുന്നാണിത്. അത് കഴിഞ്ഞ് നമുക്ക് സ്ട്രെസ്സിനെയും ആങ്സൈറ്റിനെയൊക്കെ നമ്മൾ ഒക്കെ ഇത് കുറയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉറക്കമില്ലായ്മയ്ക്ക് ഇത് വളരെ എഫക്റ്റീവാണ്. നമ്മളിത് എങ്ങനെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഗ്രാം ഡെയിലി എടുത്താൽ മതി. അത് നമുക്കൊന്നല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കണവർക്ക് പാലിന്റെ കൂടെയോ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. 5 ഗ്രാം ഘീ എടുത്തിട്ട് വെറുതെ ഒന്ന് ഉരുക്കിയിട്ട് വെറുതെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. കാലത്ത്. ഇത് മുതിർന്നവർക്ക് മാത്രമുള്ളതാണോ അല്ലേ? ഇല്ല, എല്ലാവർക്കും കഴിക്കാം. പക്ഷെ പിള്ളേർക്കാവുമ്പോ കുറച്ചും കൂടിയും ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ കൊടുക്കണം. ഒരു 1 ഗ്രാമോ 1 to 2 ഗ്രാം കൊടുക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ആയിരുന്നു അല്ലേ? നമുക്ക് നല്ല റിവ്യൂ കിട്ടുന്ന ഒരു മരുന്നാണ് അശ്വഗന്ധാധികൃതം. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ UAE ലഭ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന 45 കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ 80 ബോട്ടിൽസ് അയച്ചിട്ടുള്ളൂ. UAE 80 ബോട്ടിൽ ഇപ്പോൾ റെഡിയാണ്. ഒരു 3 ദിവസത്തിനുള്ളിൽ അത് അവിടെ എത്തി നമ്മൾ വിറ്റ് തുടങ്ങുന്നതായിരിക്കും. ആകെ 80 ബോട്ടിലേ ഉണ്ടാവുള്ളൂ. 40 കിലോ. നമ്മൾ ഇത് ഇവിടെ ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. കംപ്ലീറ്റ് നമ്മൾ UAE മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ നമുക്കിപ്പോ കണ്ടില്ല, ഇത്രയും ഈ പ്രൊസീജിയർ കണ്ടില്ല. നമ്മൾ ഇതിപ്പം 7500 രൂപ ഇന്ത്യൻ റുപ്പീസിനാണ് വരുന്നത്. ദിറംസ് ആണെന്നുണ്ടെങ്കിൽ 375 ദിറംസ് ആണ് നമ്മൾ ഒരു ഹാഫ് കിലോയ്ക്ക് വരുന്നത്. ഇതിപ്പോ കൊടുക്കുമ്പോൾ നല്ല സേഫ്റ്റിയോട് കൂടിയാണ് ഇവിടെ എക്സ്പോർട്ടിന് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത്രയും നല്ല പാക്ക് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിൽ നമ്മൾ 2 ബോട്ടിലാണ് വരുന്നത്. 2 ബോട്ടിലാ? ചില്ലാകുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയുള്ള. അതെ 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 അതെ, ഇങ്ങനെയാണത് ചെയ്യുന്നത്. അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളും. ഇത്രയും വില കൂടിയതാണ്, ഇത്രയും നല്ല അമൂല്യമായ വസ്തുവാണ്. ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ആരാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അത് ദുബായിൽ നമ്മളുടെ ഒരു ലൈസൻസ് ഇൻഡിജീനിയസ് കൗ മിൽക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അതിന്റെ ടെലിഫോൺ നമ്പർ 05064575009 വിളിക്കേണ്ടത്. വാട്സ്ആപ്പ് അവൈലബിൾ ആണ്. എന്തായാലും നമ്പർ ഞങ്ങൾ ആഡ് ചെയ്തേക്കാം ചാനലിലേക്ക്. അപ്പൊ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള നെയ്യാണ് ഈ കാണുന്നതല്ല. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം കൊണ്ടാണ്, അതായത് നെയ്യ് പിന്നെ അതുപോലെയുള്ള എല്ലാ സാധനം കൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ അതെ. ഈ നെയ്യുടെ പറഞ്ഞു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും 100 കിലോ നെയ്യ് ഉരുക്കി കഴിഞ്ഞാൽ 95 കിലോ നെയ്യ് വിൽക്കാം. പക്ഷെ നമുക്കത് 45 കിട്ടുള്ളൂ. കാരണം ക്ലാരിഫൈ ചെയ്ത് ഒരു തരി മോയ്സ്ചർ ഇല്ലാണ്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആവുന്നത്.